ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ഒരുപാട് ഷോർട്സുകളിൽ മലയാളം സോങ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഒത്തിരി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കാറുണ്ട്, ചേച്ചി പല ഷോർട്സിലും മലയാളം സോങ് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ സോങ്സ് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, ചേച്ചിക്ക് കോപ്പിറൈറ്റ് വരാറില്ലേ, ഇല്ലെങ്കിൽ കോപ്പിറൈറ്റ് വരാതെ എങ്ങനെയാണ് നമുക്ക് സോങ്സ് ആഡ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാം എങ്ങനെയാണ് നമുക്ക് വിത്തൗട്ട് കോപ്പിറൈറ്റ് മലയാളം സോങ്ങും മ്യൂസിക്കും ഒക്കെ ആഡ് ചെയ്യാൻ കഴിയുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാലും മനസ്സിലാകും, ഞാൻ എൻ്റെ ഷോർട്ട് കാറ്റഗറിയിൽ ഇടയ്ക്ക് മക്കളുടെയും എൻ്റെയും ഡാൻസ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇവിടെ 1-2 വീഡിയോ ഞാൻ എൻ്റെ സൈഡ് സ്ക്രീനിലൂടെ കാണിക്കാം. അപ്പോൾ ഇതിൽ എനിക്ക് ഒരു വീഡിയോയ്ക്ക് മാത്രമാണ് കോപ്പിറൈറ്റ് ലഭിച്ചത്, ബാക്കിയുള്ള വീഡിയോസിനൊന്നും എനിക്ക് കോപ്പിറൈറ്റ് ലഭിച്ചിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ബാക്കിയുള്ള ഷോർട്സിനൊന്നും കോപ്പിറൈറ്റ് ലഭിക്കാത്തത് എന്നും ആ ഒരു ഷോർട്സിന് മാത്രം എന്തുകൊണ്ടാണ് കോപ്പിറൈറ്റ് ലഭിച്ചത്, അതിന് ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്താണ് എന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക, എങ്കിൽ മാത്രമേ 99% നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിൽ മലയാളം വിത്തൗട്ട് കോപ്പിറൈറ്റ് സോങ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇനി അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും ഒക്കെ കമന്റ് ബോക്സിലൂടെ കമന്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ പുതിയ ക്രിയേറ്റേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്ത ആൾക്കാർ ആ വീഡിയോസ് ഒക്കെ കയറി കാണാനായിട്ട് ശ്രമിക്കുക. ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ കാണിച്ചതിൽ എനിക്ക് ഈ ഒരു സോങ്ങിന് മാത്രമാണ് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിയത്, ബാക്കിയുള്ള സോങ്സിനൊന്നും എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു സോങ്ങിന് കോപ്പിറൈറ്റ് കിട്ടിയത് ഞാൻ കാണിച്ച മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സോങ് ഞാൻ ഗൂഗിളിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് സോങ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്ത് ഉപയോഗിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സോങ്ങിന് മാത്രം കോപ്പിറൈറ്റ് കിട്ടിയത്. മറ്റുള്ള സോങ്സ് എല്ലാം ഞാൻ യൂട്യൂബിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കുകയായിരുന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ യൂട്യൂബിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്ന സോങ്സിന് ഒരു പരിധിവരെ നമുക്ക് കോപ്പിറൈറ്റ് ഒഴിവാക്കാനായിട്ട് കഴിയും. എന്നാൽ ഗൂഗിളിൽ നിന്നും മറ്റും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്ന സോങ്സ് നമ്മുടെ ഗാലറിയിൽ നിന്നും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു 99% വരെ കോപ്പിറൈറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ യൂട്യൂബിൽ നിന്നും സോങ്സ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി 2 തരത്തിലാണ് നമ്മുടെ ചാനലിൽ കോപ്പിറൈറ്റ് വരുന്നത്. ഒന്നാമത്തത് എന്ന് പറയുന്നത് കോപ്പിറൈറ്റ് ക്ലെയിം, രണ്ടാമത്തത് എന്ന് പറയുന്നത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക്. കോപ്പിറൈറ്റ് ക്ലെയിമിനെ ഇപ്പോൾ യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷൻ അനുസരിച്ച് ഷോർട്ട് പോളിസി എന്നും കാണിക്കാറുണ്ട്. എന്താണ് കോപ്പിറൈറ്റ് ക്ലെയിം എന്നതിനെ പറ്റി പറയാം. ഇപ്പോൾ നമ്മൾ ഫെമിലിയർ ആയിട്ട് നിൽക്കുന്ന ഒരു മലയാളം സോങ് തന്നെ എടുക്കാം. അപ്പോൾ ആ ഒരു സോങ് യൂട്യൂബിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. അതായത് ഇപ്പോൾ വലിയ വലിയ ചാനലുകൾ, അതായത് ഈ സോങ്സും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വലിയ ചാനൽസിന് യൂട്യൂബ് ഒരു കണ്ടന്റ് ഐഡി നൽകിയിട്ടുണ്ട്. അവർ ഓൾറെഡി ഈ സോങ്ങും വീഡിയോസൊക്കെ യൂട്യൂബിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സോങ് നമ്മൾ നമ്മുടെ വീഡിയോസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ യൂട്യൂബ് അത് ഡിറ്റക്ട് ചെയ്തിട്ട് ഓൾറെഡി നമുക്കതിന് ഒരു കോപ്പിറൈറ്റ് ക്ലെയിം തരും. പക്ഷേ ഈ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം നമുക്ക് ചാനലിനെ വലിയധികം ബാധിക്കുന്നതല്ല. എന്നാൽ മോണിറ്റൈസ്ഡ് ആയ ചാനൽസിനാണ് ഈ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു സോങ്ങിന് എത്ര റവന്യൂ ആണോ കിട്ടിയത് ആ റവന്യൂ മൊത്തത്തിൽ ഈ ഒരു കോപ്പിറൈറ്റ് ഓണർക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ മോണിറ്റൈസ്ഡ് ആകാത്ത ചാനലിനാണ് കോപ്പിറൈറ്റ് ക്ലെയിം ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമോ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമോ ഒന്നുമില്ല. നമുക്ക് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആക്കിയതിന് ശേഷം കൊടുത്താൽ മതിയാകും. ക്ലിയർ ആക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയണം എന്നല്ല. വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ കോപ്പിറൈറ്റ് മാറ്റണം എന്നുള്ളത് ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കൊടുത്തേക്കും, അത് കയറി കണ്ടാൽ മതിയാകും. ഇനി എന്താണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് പറയാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫെമിലിയർ ആയിട്ടുള്ള സോങ് തന്നെ എടുക്കാം. അത് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് നല്ല റീച്ച് കിട്ടി, അതിൽ നിന്ന് നമുക്ക് നല്ല സബ്സ്ക്രൈബേഴ്സും നല്ല ഏണിങ്സും ഒക്കെ ഉണ്ടാക്കാൻ പറ്റി, അതുവഴി നമ്മുടെ ചാനൽ നല്ല ഗ്രോത്ത് ആവുകയും ചെയ്യും. പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ഓണർ കോപ്പിറൈറ്റ് ക്ലെയിമോ ഒന്നും നമുക്ക് തന്നിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ നമ്മൾ ഇത്രയും റീച്ച് ആയി നിൽക്കുന്ന ടൈമിൽ ചിലപ്പോൾ ആ ഒരു ഓണർ ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കാനിടയാകും. അപ്പോൾ ആ ഒരു ദേഷ്യത്തിൽ, അതായത് ആ ഒരു ഏണിങ്സ് മൊത്തവും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു, അപ്പോൾ ഇനി അവർക്ക് കോപ്പിറൈറ്റ് ക്ലെയിം തരുന്നത് കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല എന്നുള്ളൊരു ദേഷ്യത്തിൽ നമുക്ക് ചാനലിൽ ചിലപ്പോൾ ആ ഒരു ഓണർക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരാൻ കഴിയും. ഒരു സോങ് അതിന്റെ ഓണർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അവകാശം ഫുള്ളും ആ ഒരു ഓണർക്കായിരിക്കും. യൂട്യൂബ് നമുക്ക് ആ ഒരു ഓണർക്ക് കുറച്ച് അധികാരം
സംവിധാനങ്ങളും നൽകിയിട്ടുണ്ടായിരിക്കും. അതിൽ ഈ ഉൾപ്പെടുന്നതാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, കോപ്പിറൈറ്റ് ക്ലൈം, വാണിംഗ് എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ലഭിക്കുന്നത് നമ്മുടെ ചാനലിന് ഒട്ടും നല്ലതല്ല. നമുക്ക് 90 ദിവസത്തിനകത്ത് 3 സ്ട്രൈക്ക് നമ്മളുടെ ചാനലിൽ വരികയാണെങ്കിൽ യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ആ ഒരു ചാനൽ ഡിലീറ്റ് ആക്കി കളയും. ഇനി കോപ്പിറൈറ്റ് ഇല്ലാതെ സോങ്സും മ്യൂസിക്കും ഒക്കെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഫെയർ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന സോങ്സും മ്യൂസിക്കും ഒക്കെ ഉപയോഗിക്കുന്ന യൂട്യൂബ് ചാനലുകളുണ്ട്. അവിടെ നിന്നും നമ്മൾ ഉപയോഗിക്കുന്ന വീഡിയോയിലേക്ക് മ്യൂസിക് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് ലഭിക്കില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അങ്ങനെ സോങ് യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നും അവരുടെ ഡീറ്റെയിൽസ് കോപ്പി ചെയ്ത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണം. ചാനലിന്റെ പേരുൾപ്പെടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവർക്കൊരു ക്രെഡിറ്റ് ആയിട്ട് നൽകണം. അത് മാത്രമേ അവർ ഒരു കണ്ടീഷനായിട്ട് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ചാനൽസിന് ഒരിക്കലും കോപ്പിറൈറ്റ് ലഭിക്കില്ല. ഇനി മൂവി സോങ്ങിന്റെ കാര്യം പറയാം. ഇപ്പോൾ നിങ്ങൾ മൂവി സോങ് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾ ഫെമിലിയർ ആയിട്ട് നിൽക്കുന്ന ഒരു മലയാളം സോങ് ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ആ സോങ്ങിന്റെ ഒറിജിനൽ സോങ് നിങ്ങൾ ഉപയോഗിക്കാതെ അതേ പാറ്റേണിലുള്ള കവർ സോങ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ കവർ സോങ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് വളരെ റെയർ ആയിട്ട് മാത്രമേ കോപ്പിറൈറ്റ് ലഭിക്കുകയുള്ളൂ. കാരണം അതിന്റെ കണ്ടന്റ് ID വെച്ചിട്ട് ഒറിജിനൽ സോങ് ആയിരിക്കും അതിന്റെ ഓണർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കുക. നമ്മളിങ്ങനെ അതിന്റെ പാറ്റേണിലുള്ള കവർ സോങ് യൂസ് ചെയ്യുന്നതിലൂടെ അതിന്റെ യൂട്യൂബിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പൊ അതുവഴി നമുക്ക് ആ കോപ്പിറൈറ്റ് ഒഴിവാക്കാനും കഴിയും. ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ BGMൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും, എന്നാലും നമ്മുടെ ആവശ്യത്തിന് അത് ഉപയോഗിക്കാം. ഇനി മറ്റൊരു ടിപ്പും കൂടെ പറയാം. ഇങ്ങനെ നമ്മൾ സോങ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ആ സോങ്സിന്റെ ക്ലിപ്പ് ബൈറ്റ്സുകളിൽ ചെറിയ എഡിറ്റിംഗ് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിനെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാനുള്ള സാധ്യതയുമില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യരുത്. അൺലിസ്റ്റഡ് ആക്കി വേണം അപ്ലോഡ് ചെയ്യാൻ. ഇങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത്, നമ്മൾ അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിറ്റക്റ്റ് യൂട്യൂബിന് ഉണ്ടെങ്കിൽ തന്നെ ഉടനെ യൂട്യൂബ് നമുക്ക് മെയിൽ അയക്കും. അപ്പോൾ അത് കോപ്പിറൈറ്റ് ക്ലെയിം ആണോ എന്താണെന്ന് നമുക്കത് മനസ്സിലാക്കിയതിന് ശേഷം നമുക്കത് റീ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് പബ്ലിക് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ട്രിക്കും കൂടെ പറയാം. ഞാൻ ഒരു സോങ് യൂട്യൂബിൽ നിന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ സോങ്ങിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവർക്കൊരു ക്രെഡിറ്റ് ആയിട്ട് നൽകും. ഇങ്ങനെ നൽകുന്നതിലൂടെ എനിക്കൊരു പരിധി വരെ കോപ്പിറൈറ്റ് ക്ലെയിം ഒഴിവാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരുപാട് പേരുടെ ഒരു ഡൗട്ടായിരുന്നു, എങ്ങനെയാണ് ചേച്ചി മലയാളം സോങ്ങും മ്യൂസിക്കും ഒക്കെ നമ്മുടെ യൂട്യൂബിൽ കോപ്പിറൈറ്റ് ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്, നമ്മുടെ വീഡിയോസിന് എങ്ങനെ കോപ്പിറൈറ്റ് ഇല്ലാതെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഇത് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ എന്തെങ്കിലും ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാലും മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഒത്തിരി പേരുടെ പ്രോബ്ലമാണ് മലയാളം സോങ്സ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാതെ ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലും എനിക്ക് വന്ന ഒരുപാട് പേഴ്സണലായിട്ടുള്ള മെസ്സേജുകളിലും ഉണ്ടായിരുന്നത് ഈ ഒരു പ്രോബ്ലം തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് എല്ലാവർക്കും സോൾവ് ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.